is me Neha from MS Solutions. ഇനി എന്തൊരു വേറെ സൊല്യൂഷൻ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആയിരുന്നു ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് അഥവാ പ്രകാശഫലം എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലാണ് വരിക എന്നുള്ളത് പലർക്കും ഇപ്പോൾ ഡൗട്ട് ഉള്ള ഭാഗമാണല്ലേ. നമുക്കാകെ 3 ബൾബുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെടാ? ഇൻകാൻഡസെന്റ് ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പ് ആൻഡ് LED. ഈ 3 ബൾബുകളെ കുറിച്ചുള്ള കംപ്ലീറ്റ് കൺസെപ്റ്റ് വെറും 3 ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് പഠിച്ചെടുത്താലോ? അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്ടാ. ഫസ്റ്റ് വൺ ആരാണ്? നമ്മുടെ സ്വന്തം ഇൻകാൻഡസെന്റ് ലാമ്പ്, ഇൻകാൻഡസെന്റ് ബൾബുകൾ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഫിലമെന്റ് ലാംപ്സ് ആർ ഓൾസോ കോൾഡ് ഇൻകാൻഡസെന്റ് ലാമ്പ്. ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊരു പോയിന്റ് കിട്ടി. എന്താണ്? ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ വേറൊരു പേരാണ് ഫിലമെന്റ് ലാമ്പ് അഥവാ ഫിലമെന്റ് ലാമ്പിന്റെ വേറൊരു പേരാണ് ഇൻകാൻഡസെന്റ് ലാമ്പ്. പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല. എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൻകാൻഡസെന്റ്? എന്താണ് ഇൻകാൻഡസെന്റ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, പിന്നെന്താണ്? വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ടങ്സ്റ്റൺ? ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫില്ലിംഗ് ബൾബ്സ് വിത്ത് നൈട്രജൻ ആഫ്റ്റർ റിമൂവിംഗ് എയർ ഫ്രം ദം? എന്താണ്? ഇത്തരം ലാമ്പുകളിൽ നിന്നും വായുവിനെ നീക്കം ചെയ്ത് അതിൽ നൈട്രജൻ വാതകം നിറച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ആൻഡ് വാട്ട് ഈസ് എ മേജർ ലിമിറ്റേഷൻ ഓഫ് നമ്മുടെ സ്വന്തം ഫിലമെന്റ് ലാമ്പ്? എന്താണെടാ ഫിലമെന്റ് ലാമ്പുകളുടെ പ്രധാന ന്യൂനതകൾ എന്തെല്ലാമാണ്? അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് നോക്കിയാലോ. എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൻകാൻഡസെന്റ്? അല്ലെ, ഇൻകാൻഡസെന്റ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണെടാ? എന്താണ്? ഗ്ലോയിങ് വിത്ത് ഹീറ്റ് അഥവാ താപത്താൽ തിളങ്ങുന്നത്. എന്താണ്? ഗ്ലോയിങ് വിത്ത് ഹീറ്റ് അഥവാ താപത്താൽ തിളങ്ങുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അവിടെ ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ ഫിലമെന്റിന്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ അഥവാ പ്രോപ്പർട്ടീസ്. ടങ്സ്റ്റൺ ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോളാ. എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ അഥവാ ഓൺ ബീങ് ഹീറ്റഡ്. എന്താണ്? അവിടെ ചുട്ടുപഴുക്കുമ്പോൾ ധവള പ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. പിന്നെന്തൊക്കെയാണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം, ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി ആൻഡ് ഹൈ ഡക്റ്റിലിറ്റി, ഉയർന്ന ഡക്റ്റിലിറ്റി, നേർമ കമ്പികളാക്കാൻ പറ്റുമായിരുന്നു അല്ലെ. അപ്പം ആ ഒരു പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചുകൊള്ളുക. ഓക്കെ, പിന്നെന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ബൾബിന്റെ ഉൾവശം എയർ ഒഴിവാക്കിയിട്ട് അഥവാ വായു ശൂന്യമാക്കിയിട്ട് ഇനേർട്ട് ഗ്യാസ് അഥവാ നൈട്രജൻ, അലസവാതകമോ അല്ലെങ്കിൽ നൈട്രജനോ നിറയ്ക്കാനുള്ള റീസൺ എന്താണെന്ന്? എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ എയർ ഒഴിവാക്കുന്നത്, വായു ശൂന്യമാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഓക്സീകരണം തടയാൻ അഥവാ ഓക്സിഡേഷൻ തടയാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താണെടാ അവിടെ എന്ത് ചെയ്യുന്നത്? ഇനേർട്ട് ഗ്യാസ് അഥവാ നൈട്രജൻ നിറയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വേപ്പറൈസേഷൻ തടയാൻ അഥവാ ബാഷ്പീകരണം തടയാൻ. ഇതും സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പഠിച്ചു വെച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ ഒരു ഫിലമെന്റ് ലാമ്പ് അധികാരം ഉപയോഗിക്കാത്തൊരു കാരണം. ഓക്കെ, ഇതിന്റെ ന്യൂനതകൾ അഥവാ എന്താണ്? ഡീമെറിറ്റ് എന്താണ്? ഫിലമെന്റ് ആണുള്ളത്. ഫിലമെന്റ് ആയതുകൊണ്ട് തന്നെ അത് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോ എനർജി ലോസ് ഇൻ ഫോം ഓഫ് ഹീറ്റ്, ഹൈ എനർജി ലോസ് ഇൻ ഫോം ഓഫ് ഹീറ്റ് അല്ലെ. എന്താണ്? താപരൂപത്തിലുള്ള ഊർജ നഷ്ടം വളരെ കൂടുതലാണ്. ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ ആൻസേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇൻകാൻഡസെന്റ് ലാമ്പ് നമ്മൾ ഫുൾ കവർ ചെയ്തു. ഓക്കെ, പക്കയാക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അഥവാ അടുത്ത ബൾബ് ആരാണ്? നമ്മുടെ ഡിസ്ചാർജ് ബൾബുകൾ. 4 ആൾക്കാരെ കണ്ടില്ലേ? ആരൊക്കെയാണ്? സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, CFL, ഫ്ലൂറസെന്റ് ലാമ്പ്. 4 പേരുകൾ ഇനിയുമുണ്ട്, പക്ഷെ ഇയാളാണ് ഇമ്പോർട്ടന്റ്. ഇവരുടെ പേരുകളൊന്ന് ഓർത്ത് വെച്ചോളാ. നമുക്ക് ഡിസ്ചാർജ് ലാമ്പിൽ നിന്നും എന്താണ് ചോദിക്കാൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഒറ്റയാനെ കണ്ടെത്തുക. എന്തൊക്കെയാണ്? സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഇൻകാൻഡസെന്റ് ലാമ്പ് ആൻഡ് CFL. ഈ 4 ആൾക്കാരില്ലേ, ഈ 4 പേരിൽ ആരാണ് ഒറ്റയാൻ? ആരാണടാ? ഇൻകാൻഡസെന്റ് ലാമ്പ് അല്ലേ, നമ്മുടെ ഇൻകാൻഡസെന്റ് ലാമ്പ്. കാരണം എന്താ? മറ്റ് 3 പേരും ആരാണ്? ഡിസ്ചാർജ് ലാമ്പ് ആണ്. ഇൻകാൻഡസെന്റ് ഒറ്റയ്ക്കൊരാൾ അല്ലെ. അപ്പൊ എന്താണ് ആ 3 പേരുകൾ? അപ്പൊ നമുക്ക് അറിയണ്ടേ? അപ്പൊ ഡിസ്ചാർജ് ലാമ്പ് പഠിക്കുന്ന സമയത്ത് അവിടെ ആ ബൾബുകളുടെ പേരറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്?
എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഡിസ്ചാർജ് ലാമ്പ്. നമ്മുടെ ഡിസ്ചാർജ് ബൾബിന്റെ പ്രവർത്തനം അല്ലെ, പ്രവർത്തനം വിശദമാക്കുക. ഡിസ്ചാർജ് ലാമ്പ് പ്രവർത്തനം മുൻപ് സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇനിയും ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ നമുക്ക് പ്രവർത്തനം പഠിക്കാമെടാ? നോക്കിയേ, ഒരു ചിത്രത്തിലൂടെ പഠിക്കാം. ഇതാണ് നമ്മുടെ ഡിസ്ചാർജ് ലാമ്പ്. എന്താണ്? ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, കണ്ടോ? ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, രണ്ട് സൈഡിലും ഇലക്ട്രോഡുകൾ ഉണ്ട്. ഓക്കെ, ഇലക്ട്രോഡുകൾ ഉണ്ട്. ഉള്ളിലൊരു വാതകം അഥവാ ഒരു വേപ്പർ നിറച്ചിട്ടുണ്ടാവും, ഒരു വാതകം ഉണ്ടാവും. ഓക്കെ, അതിൽ എന്തുണ്ടടാ? നിറച്ചും 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 തന്മാത്രകൾ അഥവാ മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾസിന് നമ്മൾ ഇലക്ട്രോഡ് വഴി ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ തന്മാത്രകൾ, ഈ മോളിക്യൂൾസ് എക്സൈറ്റഡ് ആവും. ഓക്കെ, ഉയർന്ന ഊർജ നിലയിലേക്ക് പോകുന്നു, എക്സൈറ്റഡ് ആവുന്നു. പക്ഷെ അതിന് അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടോ? ഇല്ല. അവിടുന്ന് അത് എന്ത് ചെയ്യും? തിരിച്ച് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് അഥവാ അത് മുൻപ് നിന്ന അതേ സ്ഥലത്തോട്ട് തിരിച്ചു വരാൻ നോക്കും അല്ലെ. എക്സൈറ്റഡ് ആയ മോളിക്യൂൾസ് ഒക്കെ എന്താവും? തിരിച്ചു വരാൻ ശ്രമിക്കും. ആ തിരിച്ചു വരുന്ന സമയത്ത് ആ കിട്ടിയ എനർജി എല്ലാം അതെന്ത് ചെയ്യും? വികിരണങ്ങളായിട്ട് അഥവാ ലൈറ്റ് റേഡിയേഷൻസ് ആയിട്ട് പുറത്തോട്ട് വിടുന്നു. ഓക്കെ, ലൈറ്റ് റേഡിയേഷൻസ് പുറത്തോട്ട് വിടുന്നു. ആ വിടുന്ന ലൈറ്റ് ആണടാ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ലൈറ്റ്. ഓക്കെ, നമ്മുടെ മോളിക്യൂൾസിന്റെ ഡിസ്ചാർജിങ് ആണ് നമ്മൾ ആ കാണുന്ന ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വർക്കിംഗ് ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഹംബിൾ ആയിട്ട് ഇതാ ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്താണ്? when a high potential difference is applied the gas molecules get excited. എന്താണെടാ? ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ്ജനില കൈവരിക്കുന്നു. ഓക്കെ, എക്സൈറ്റഡ് ഐറ്റംസ് കം ബാക്ക് ടു ദെയർ ഒറിജിനൽ സ്റ്റേറ്റ് ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. ഇത്തരം തന്മാത്രകൾ സാധാരണ ഊർജ്ജ നിലയിലെത്തി സ്ഥിരത കൈവരിക്കുന്നു. ആ കൈവരിക്കുന്ന ടൈമിൽ ഓക്കെ, അത് തിരിച്ചു വരുന്ന സമയത്ത് when molecules come back to their original state energy is radiated as light. എന്നാണ്? സാധാരണ ഊർജ നിലയെത്തി വികിരണ ഊർജം പുറത്തുവിടുന്നു. ഇത് ഇവിടെ പറഞ്ഞാലും കുഴപ്പമില്ല. എന്താണ്? അവിടെ വരുന്ന സമയത്താണ് വികിരണങ്ങൾ വിടുന്നത് അല്ലെ. ആ വരുന്ന സമയത്ത് റേഡിയേഷൻസ് പുറത്തോട്ട് വിടുന്നു, അങ്ങനെ അത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നു. ഓക്കെ, ആ ലൈറ്റ് നമുക്ക് കിട്ടുന്നു. ഇനി അത് നമുക്ക് സെന്റൻസ് ആയിട്ട് തന്നെ പറയണമെങ്കിൽ ദാ ഇങ്ങനെ പഠിച്ചോളാം. എന്താണ്? ഡിസ്ചാർജ് ലാംപ്സ് ആർ ഗ്ലാസ് ട്യൂബ്സ് ഫിറ്റഡ് വിത്ത് 2 ഇലക്ട്രോഡ്സ്. 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ദേ എമിറ്റ് ലൈറ്റ് ആസ് എ റിസൾട്ട് ഓഫ് ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദ ഗ്യാസസ് ഫിൽഡ് ഇൻ ട്യൂബ്സ്. ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി കാരണമാണ് അവിടെ എന്തുണ്ടാവുന്നത്? നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. when a high potential difference is applied gas molecules get excited and excited atoms come back to their original state for attaining stability. During this process the energy stored in them will be radiated as light. Okay, ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുകൾ അടക്കം ചെയ്തതാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. ഇവ പ്രകാശം പുറപ്പെടുവിക്കുന്നത് അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൽ നടക്കുന്ന വൈദ്യുത ഡിസ്ചാർജ് വഴിയാണ്. അതുകൊണ്ടാണ് ഇയാളുടെ പേര് ഡിസ്ചാർജ് ലാമ്പ് അല്ലേ. പിന്നെന്താണ്? ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ നില കൈവരിക്കുകയും ഇത്തരം തന്മാത്രകൾ സാധാരണ ഊർജ നിലയിലെത്തി സ്ഥിരത കൈവരിക്കുമ്പോൾ വികിരണ ഊർജം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത്രയും നമുക്ക് വർക്കിംഗ് കൂടെ പഠിച്ചാൽ ഡിസ്ചാർജ് ഓക്കെ ആണ്. പക്ഷെ അവിടെ നമുക്ക് പഠിക്കാൻ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ഡിസ്ചാർജിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. എന്താണെടാ? നോക്കിയേ, എന്താണ് ക്വസ്റ്റ്യൻ? What are the demerits of discharge lamp? ഡിസ്ചാർജ് ലാമ്പിന്റെ പോരായ്മകൾ എന്തെല്ലാമാണ്? എന്താണെടാ പോരായ്മ? നമ്മൾ ഈ കണ്ട ബൾബുകളിൽ എന്തുണ്ടായിരുന്നു? CFL-ലും നമ്മുടെ മെർക്കുറിയിലും ഫ്ലൂറസെന്റ് ലാമ്പിലും CFL-ലും എല്ലാം മെർക്കുറിയും ഫ്ലൂറസെന്റ് മെറ്റീരിയലും ഉണ്ട്. അത് പരിസ്ഥിതിക്ക് ഹാനികരമാണ് അഥവാ ഹാംഫുൾ ടു എൻവയോൺമെന്റ്. പറഞ്ഞാൽ മതി. സെറ്റ്. ഡിസ്ചാർജ് ലാമ്പും പക്ക. ഓക്കെ, ഡിസ്ചാർജ് ലാമ്പിൽ ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. അതിന്റെ മെയിൻ ആൾക്കാരുടെ പേരുകൾ, അതിന്റെ വർക്കിംഗ്, പിന്നെ അതിന്റെ ഡീമെറിറ്റ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ എന്താണെടാ? ആരാണ് നമ്മുടെ അടുത്ത ആള്? നമ്മുടെ LED അഥവാ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെ. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED യെ കുറിച്ച് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? എന്താണ് ക്വസ്റ്റ്യൻ വന്നത് നോക്കാം. ഇതാണെടാ ക്വസ്റ്റ്യൻ. LED bulbs are light emitting diodes. Okay, which of the following is not a part of LED bulb? എന്താണ് തന്നിരിക്കുന്നവയിൽ ബൾബിന്റെ LED ബൾബിന്റെ ഭാഗമല്ലാത്തത് ഏത്? LED ബൾബിന്റെ ഭാഗമല്ലാത്തത് ഏതെന്ന് അറിയണമെങ്കിൽ നമുക്ക് LED ബൾബിന്റെ ഭാഗങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കുക ഏതൊക്കെയാണ് തന്നത്. ഹീറ്റ് സിങ്ക്, ഡിഫ്യൂസർ കപ്പ്, ഫിലമെന്റ്, പവർ സപ്ലൈ ബോർഡ്. മലയാളത്തിലും അത് തന്നെയാണ്. അവിടെ നോക്കിയേ ഫിലമെന്റ് എന്ന് പറഞ്ഞ ഒരാളെ കണ്ടു അല്ലെ. ഫിലമെന്റ് എവിടെ മാത്രമേ ഉള്ളൂടാ? നമ്മുടെ ഫിലമെന്റ് ലാമ്പിൽ അഥവാ ഇൻകാൻഡസെന്റ് ലാമ്പിൽ. LED അയാൾ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് അതിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്? നമ്മുടെ ഫിലമെന്റ് ആണ്. മറ്റു 3 പേര് ആരൊക്കെയാണ്? ഹീറ്റ് സിങ്ക്, ഡിഫ്യൂസർ കപ്പ്, പവർ സപ്ലൈ ബോർഡ്. ഈ 3 പേരെയും ഒന്ന് ഓർത്ത് വെച്ചോളാ. ചോദിക്കാറുണ്ട് എന്താണ് ചേരുംപടി ചേർക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ എന്താണ് ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞ ആളെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഹീറ്റ് സിങ്ക്, എന്താണ് ഡിഫ്യൂസർ കപ്പ്, എന്താണ് പവർ സപ്ലൈ ബോർഡ്? ഇയാളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ LED ഭാഗങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് 3 തന്നെയാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പാർട്സ്. അത് മാത്രം മതി നമുക്ക്. ഓക്കെ, പിന്നെ എന്താണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് LED ഓവർ അതർ ബൾബ്സ്? എന്താണ് മറ്റു ബൾബുകളെ അപേക്ഷിച്ച് LED ബൾബുകൾക്കുള്ള മേന്മകൾ എന്തെല്ലാമാണ്? വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് എന്തുകൊണ്ടാണ് LED, എന്തുകൊണ്ട് എല്ലായിടത്തും LED യുടെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അഥവാ അതിന്റെ മേന്മകൾ എന്താണ് അഡ്വാൻറ്റേജസ് ആണ് ചോദിക്കാറുള്ളത്. അത് പഠിച്ചു വെച്ചോളാ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. there is no filament, there is no loss of energy in form of heat അല്ലെ. LED ബൾബിൽ ഫിലമെന്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ നഷ്ടം ഉണ്ടാവുന്നില്ല. പിന്നെന്താണെടാ there is no mercury in it, so it is not harmful to environment. എന്താണ് മെർക്കുറി ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരമല്ല. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ഇത് തന്നെയാണ്. അതിനുശേഷം നമുക്ക് എന്തൊക്കെ പറയാം? requires only small quantity of power അല്ലെ. വളരെ കുറഞ്ഞ പവർ മതിയാകും. പിന്നെന്താണെടാ ലോങ് ലാസ്റ്റിംഗ് ആണ്, ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയും. പിന്നെന്താണ് ഹൈ എഫിഷ്യൻസി അഥവാ ഊർജ്ജക്ഷമത കൂടുതലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. LED ഈ അഡ്വാൻറ്റേജസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ 3 ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ്, അതായത് ആ സബ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് പക്കയായി പഠിച്ചു കഴിഞ്ഞാൽ ലൈറ്റിംഗ് എഫക്ട് എന്ന് പറഞ്ഞ ആ ഒരു പാർട്ട് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കടാ, സെറ്റ് ആയിരിക്കും. ഇങ്ങനെ മാത്രമേ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരൂ. ഇത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ സെറ്റ് ആണല്ലോടാ. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ പോർഷനിൽ നിന്ന് മാത്രമല്ല കംപ്ലീറ്റ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, എങ്ങനെയൊക്കെ ചോദിക്കും, അതിനെ എങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യാം, അതായത് പക്ക ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് ഓഗസ്റ്റ് 13 വൈകിട്ട് കൃത്യം 7:15 ഞാൻ ലൈവിൽ വരുന്നുണ്ട്. എല്ലാവരും അവിടെ എത്തുക കേട്ടോ. നമുക്ക് എന്താണ് ഫുൾ ക്വസ്റ്റ്യൻസ്, ഷുവർ ക്വസ്റ്റ്യൻസ്, ഫിസിക്സിൽ ഫുൾ മാർക്ക് വാങ്ങാം, സെറ്റായി പഠിക്കാം. ഓക്കെ, ഷുവർ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് മറക്കണ്ട. നമുക്ക് ലൈവിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ നേഹ ഫ്രം MS Solutions. ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്. ബൈ.